കാർഷിക ജീവനം. കൃഷി അറിവുകളും അനുഭവങ്ങളും. കൊച്ചി കുണ്ടന്നൂർ ദേശീയ പാതയോട് ചേർന്നുള്ള AP ജോസ് ആന്റോയുടെ വീട് ഇന്നൊരു ജൈവഗൃഹമാണ്. കഴിഞ്ഞ 10 വർഷമായി പച്ചക്കറി, പുഷ്പ, ഫലവർഗ കൃഷികളിൽ സജീവമാണ് ഇദ്ദേഹം. കൂടാതെ കോഴി, താറാവ്, അലങ്കാര മത്സ്യങ്ങൾ എന്നിവയെയും വളർത്തുന്നുണ്ട്. ടെറസിലും ഗ്രോ ബാഗുകളിലുമാണ് ഇദ്ദേഹം കൃഷി ചെയ്യുന്നത്. ബാങ്ക് ജോലിയിൽ നിന്നും വിരമിച്ച ശേഷമുള്ള കാർഷിക ജീവിതത്തിൽ ഏറെ സംതൃപ്തനാണ് ഇദ്ദേഹം. തേവര സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായി വിരമിച്ച ഇദ്ദേഹത്തിന്റെ ഭാര്യ സോഫിയും കൃഷിയിൽ തൽപര തന്നെ. സ്ഥലപരിമിതി മൂലം കൃഷി ചെയ്യാൻ മടിക്കുന്നവർക്ക് പ്രചോദനമാണ് ജോസ് ആന്റോയും ഭാര്യ സോഫിയും. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് കാർഷിക ജീവനത്തിൽ ആദ്യം നാം പരിചയപ്പെടുന്നത് AP ജോസ് ആന്റോയെയാണ്. നമുക്ക് ഇദ്ദേഹത്തിന്റെ കൂടുതൽ കാർഷിക വിശേഷങ്ങൾ കേൾക്കാം. എങ്ങനെയാണ് താങ്കൾ ഈ ഒരു മേഖലയിലേക്ക് തിരിഞ്ഞത്? ആദ്യഘട്ടങ്ങളിൽ ഓർക്കിഡിലും ആന്തൂറിയവും മറ്റു ചെടികളിലുമായിരുന്നു ശ്രദ്ധ. സ്ഥലപരിമിതി ഉള്ളതിനാൽ ചെറിയ തോതിൽ ടെറസിൽ കണ്ടെയ്നർ കൃഷി ആരംഭിച്ചു. ബാങ്ക് ജോലിയിൽ നിന്നും 30 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ചു. കഴിഞ്ഞ 10 വർഷമായി കൃഷിയിൽ സജീവമാണ്. എൻ്റെ റിട്ടയർമെൻറ്റ് ജീവിതത്തിൽ ഏറെ സന്തോഷം ലഭിക്കുന്നത് കൃഷിയിൽ നിന്നുമാണ്. ബാങ്കിലെ ജോലി വളരെ ടെൻഷൻ നിറഞ്ഞ ഒന്ന് തന്നെയാണ്. അപ്പോൾ ആ ടെൻഷനിൽ നിന്ന് ഒരു വിടുതലിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെടികളെല്ലാം നട്ട് ബാങ്ക് ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം എത്ര ലേറ്റായാലും ആ ചെടികളെ പരിപാലിക്കുകയും അതൊക്കെ നനയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു വളരെ നല്ലൊരു റിലീഫാണ് കിട്ടുന്നത്. ഓരോ ചെറിയ കായ്ഫലം ഇങ്ങനെ മുട്ടിട്ട് വരുമ്പോൾ തന്നെ നമുക്കതിൽ നിന്ന് വളരെയധികം ഒരു സന്തോഷം തോന്നുന്ന ഒരു അനുഭവമാണ് എനിക്കുള്ളത്. എനിക്ക് തന്നെയല്ല, എല്ലാ കർഷകർക്കും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് മുന്നേ തന്നെ എൻ്റെ റിട്ടയർമെൻറ്റ് ജീവിതത്തെക്കുറിച്ച് ഞാൻ പ്ലാൻ ചെയ്തിരുന്നു. അത് കൃഷിയായിരിക്കും എന്നുള്ളതും നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ സജീവമായിട്ട് കൃഷി ചെയ്യുകയാണ്. എനിക്ക് ഒത്തിരി സ്ഥലമൊന്നുമില്ല, ആകെ 6 സെൻറ്റ് സ്ഥലമാണ് എനിക്കുള്ളത്. അതിൽ വീട് കഴിഞ്ഞിട്ട് ആ വീടിന് ചുറ്റും താഴെയുള്ള സ്ഥലത്തും ടെറസിന് മുകളിലുമായിട്ടാണ് കൃഷി ചെയ്യുന്നത്. വീടിൻ്റെ ഫ്രണ്ടിൽ നല്ലൊരു ഗാർഡനും ഒരു ആമ്പൽക്കുളവും ഉണ്ട്. എന്തെല്ലാം ഇനങ്ങളാണ് താങ്കൾ ഇപ്പോൾ കൃഷി ചെയ്യുന്നത്? ഏകദേശം ഒരു 42 ചട്ടി ഫിനലോപ്സിസും 24 ചട്ടി ഡെൻഡ്രോബിയോ ഉണ്ട്. ഒരു 30 ചട്ടിയോളം ആന്തൂറിയമും ഒരു 40 ചട്ടി ബോഗൺവില്ലകളുണ്ട് വീട്ടിൽ. നല്ല ഗുണനിലവാരമുള്ള ഫലവൃക്ഷ തൈകൾ വിവിധ നഴ്സറികളിൽ നിന്നുമായി ശേഖരിച്ചു. ഇപ്പോൾ എൻ്റെ ടെറസിൽ 7 തരം നാരകങ്ങൾ, 4 തരം പേര, 2 തരം ഞാവൽ, തായ്ലാൻഡ് മധുരവാളംപുളി, വെസ്റ്റ് ഇന്ത്യൻ ചെറി, ബെയറാപ്പിൾ, ബറാബ, പാഷൻ ഫ്രൂട്ട്, കസ്റ്റേർഡ് ആപ്പിള്, മൊസമ്പി, മുരിങ്ങ, 2 തരം മാവുകൾ, മാതള നാരകം, വേപ്പുകൾ, മൾബറി, പീനട്ട് ബട്ടർ, ഡ്രാഗൺ ഫ്രൂട്ട് തുടങ്ങി 30ഓളം ഫലവൃക്ഷങ്ങളും പയറ്, വെണ്ട, പീച്ചൽ, അമരപ്പയർ, നിത്യവഴുതന തുടങ്ങിയ പച്ചക്കറികളും ഇടം തേടിയിട്ടുണ്ട്. താഴെ മണ്ണിൽ 4 തരം ചാമ്പുകൾ, മുരിങ്ങ, നെല്ലിപ്പുളി, മുള്ളാത്ത, സപ്പോട്ട, കറിവേപ്പ്, ലൂവി, എടന, പപ്പായ, വാഴ, കോവല്, ആകാശവെള്ളരി, പച്ചമുളക്, പച്ചയും വെള്ളയും കാന്താരി, മാലിമുളക്, മഞ്ഞൾ, ഇഞ്ചി, കച്ചോലം, പൊന്നാങ്കണ്ണിച്ചീര, കുറ്റിക്കുരുമുളക്, കാച്ചിൽ, ചേന, ചേമ്പ്, നനകിഴങ്ങ് എന്നിവയുണ്ട്. ഈ നാരകങ്ങൾ പലതരമുണ്ടെന്ന് പറഞ്ഞല്ലോ. അവ എന്തൊക്കെയാണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നൊക്കെയൊന്ന് വിശദീകരിക്കാമോ? നാരകങ്ങൾ ഞാൻ കൂടുതലായി നട്ടു വളർത്താൻ കാരണം അവയ്ക്ക് കേട് പൊതുവെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളർത്താൻ തന്നെ വലിയൊരു സന്തോഷം തോന്നും. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ചെറുനാരകം, കറിനാരകം, ഒടിച്ചൂത്തി നാരകം, ഗണപതി നാരകം അധികം ആൾക്കാർ കണ്ടു കാണില്ല. പണ്ടെല്ലാം നമ്മുടെ നാട്ടിൻപുറത്തിലൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം അപൂർവമായിട്ട് കാണാറുള്ളൂ. പിന്നെ 3 വിദേശ ഇനം സെൻറ്റഡ് ലെമൺ, ചെറുനാരകൾ തന്നെ ഒരു വിദേശ ഇനമാണ്, അതാണ് സെൻറ്റഡ് ലെമൺ. പിന്നെ
തായ്ലാൻഡ് സീഡ്ലെസ് 2 വെറൈറ്റി ഉണ്ട്. ഒന്ന് തായ്ലാൻഡ് സീഡ്ലെസ് നീളത്തിലുള്ള ലോങ് ലെമണും തായ്ലാൻഡ് സീഡ്ലെസ് ബോൾ ടൈപ്പ്. കൂടാതെ സാലഡ് ലെമൺ, അതായത് ഇസ്രായേൽ ലെമൺ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഇവിടെ ഉണ്ട്. മൗസമ്പി വേറെ ഉണ്ട്. ഇവ കൂടാതെ ഔഷധ സസ്യങ്ങളുണ്ടെന്ന് കണ്ടിരുന്നു. അവ എന്തൊക്കെയാണെന്ന് നമ്മുടെ ശ്രോതാക്കളോട് വിവരിക്കാമോ? ഔഷധ സസ്യങ്ങൾ ഒരു ചെറിയ ശേഖരം എൻ്റെ വീട്ടിലുണ്ട്. ചങ്ങലം വരണ്ട, 2 തരം തിപ്പല്ലി, അയ്യപ്പന, ഇഞ്ചിപ്പുല്ല്, രാമച്ചം, കച്ചോലം എന്നിവയാണ് അവ. ഇവയൊക്കെ കൂടാതെ കോഴി, താറാവ് എന്നിവയെയും താങ്കൾ വളർത്തുന്നുണ്ടല്ലോ. എന്തൊക്കെ ഇനങ്ങളാണ് എന്നൊക്കെയൊന്ന് വിവരിക്കാമോ? 8 കോഴികളും 4 മണിത്താറാവുകളും ഞാൻ വളർത്തുന്നു. അത് കോഴികളെ കൂട്ടിലിട്ടാണ് വളർത്തുന്നത്. സ്വന്തമായിട്ട് നമ്മുടെ സ്ഥലത്തിന് യോജിച്ച രീതിയിൽ ഒരു കൂട് ഉണ്ടാക്കി മുട്ട സുരക്ഷിതമായിട്ട് ഒരു സ്ഥലത്ത് വന്ന് വീഴും. കാക്കയെല്ലാം എടുത്തുകൊണ്ട് പോകാത്ത രീതിയിൽ ആണ് അത് ചെയ്തിരിക്കുന്നത്. 2 ഇനം കോഴികളെയാണ് ഞാനിപ്പോൾ വളർത്തുന്നത്. ഒന്ന് ഗ്രാമപ്രിയയിൽ 3 കോഴി മുട്ടയിടുന്നുണ്ട്. പിന്നെ അടുത്ത ബാച്ച് കലിംഗ ബ്രൗണിൻ്റെ 5 കുഞ്ഞുങ്ങൾ, ഇപ്പോൾ ഏകദേശം 2 മാസമായ 5 കോഴികളുണ്ട്. അപ്പോൾ ഓരോ ബാച്ച് ഏജ് ആവുന്നതനുസരിച്ച് പുതിയ ബാച്ച് ഞാൻ വളർത്തും. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കോഴിമുട്ട കിട്ടും. പിന്നെ എനിക്ക് ഈ കോഴിയുടെ കാഷ്ടമാണ് മെയിനായിട്ട് ബയോഗ്യാസിലേക്ക് ഇടുന്നതും. ബയോഗ്യാസിൻ്റെ സ്ലറിയാണ് ഈ ചെടികൾക്കെല്ലാം വളമായിട്ട് ഉപയോഗിക്കുന്നത്. ഡയറക്റ്റായിട്ട് കോഴി കാഷ്ടം ഇടാറില്ലെങ്കിലും ഉണങ്ങിയത് ചില സമയത്ത് ചെറിയ തോതിൽ ഇട്ട് കൊടുക്കുക. അത് നല്ല അടിവളമാണ്. ഞാൻ 4 മണിത്താറാവിനെ വളർത്തുന്നുണ്ട്. 3 പെടയും 1 പൂവനും. പെട മുട്ടയിടുന്നതാണ്. അതിനൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണിത്താറാവിൻ്റെ വേസ്റ്റിന് മണം കുറവാണ്. സാധാരണ താറാവാണെങ്കിൽ അതിൻ്റെ വേസ്റ്റിന് ഭയങ്കര സ്മെല്ലായിരിക്കും. അപ്പോൾ നമുക്ക് തൊട്ടടുത്ത് വീടുകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സാധാ താറാവിനെ വളർത്താൻ നിവൃത്തിയില്ല. പിന്നെ ഈ മണിത്താറാവിനാണെങ്കിൽ നമ്മൾ പ്രത്യേക ശ്രദ്ധയൊന്നും കൊടുക്കേണ്ട. പറമ്പിലുള്ള പുഴുക്കളെയും തേരട്ട അങ്ങനെയുള്ള എല്ലാ ഐറ്റങ്ങളും കഴിച്ച് പറമ്പിൽ എപ്പോഴും ഒരു അനക്കം ഉണ്ടാവും. പറമ്പെന്ന് പറയാൻ പറ്റില്ല, എൻ്റെ വീടിൻ്റെ പരിസരം. പിന്നെ ഈറ്റങ്ങൾ തന്നെ മുട്ടയിട്ട് വിരിഞ്ഞ് കുഞ്ഞായിട്ട് ഇറങ്ങി വരും. നമ്മൾ അട വയ്ക്കേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങളും പിന്നെ കാലാവസ്ഥയോട് ഏത് കാലാവസ്ഥയും മഴയായാലും ഐറ്റങ്ങൾ യോജിച്ച് പോയിക്കോളും. ഇതുകൂടാതെ താങ്കൾ ചെയ്യുന്ന ഞൗണി കൃഷിയെക്കുറിച്ചിട്ട് വിവരിക്കാമോ? ഒരു പരീക്ഷണം എന്ന നിലയിൽ അന്യം നിന്നുപോയ ഞവണി കൃഷി ഞാനിവിടെ ചെയ്യുന്നുണ്ട്. ഒരു ടാങ്കിലാണ് ഞവണി കൃഷി ചെയ്യുന്നത്. അത് പലരും കണ്ടിട്ടില്ലാത്ത ഒരു ഐറ്റമാണ് ഞവണി കൃഷി. എൻ്റെ വീട് സന്ദർശിക്കുമ്പോൾ പലരും അത് കാണുമ്പോൾ ആദ്യമായിട്ട് കാണുന്നതാണെന്ന് പറയും. കാരണം ഈ രാസവളങ്ങൾ വന്നതിന് ശേഷം നമ്മുടെ വയലുകളിൽ നിന്നും ഞവണിക്ക അപ്രത്യക്ഷമായി. അപ്പോൾ അതിൻ്റെ ആ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ ഞവണിയെ ഒരു സംരക്ഷിക്കുക എന്നുള്ളത് കൂടിയാണ് ഞാനതിനെ വളർത്തുന്നത്. ഞവണിക്ക വളർത്തുന്നത് സിമെൻ്റ് കൊണ്ടുള്ള ഒരു ചെറിയ ടാങ്കിലാണ്. അപ്പോൾ അതിന് ഏകദേശം മാക്സിമം 1 അടി വെള്ളം മതി. ഇവ മുട്ടയിടുന്നത് വെള്ളത്തിലല്ല, വെള്ളത്തിൽ നിന്ന് കരയിൽ കയറി വന്നിട്ട് ഭിത്തിയിൽ മുട്ട ഇങ്ങനെ പതിച്ചു വെക്കും. ആ മുട്ട അവിടെ ഇരുന്ന് വിരിഞ്ഞ് കഴിയുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾ താഴെ വെള്ളത്തിലേക്ക് വീഴും. പിന്നെ ഇവയ്ക്കുള്ള ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുരിങ്ങയുടെ ഇല ഇവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണ്. നമ്മളുടെ ചോറ് കഴിക്കും. കൂടാതെ കവുങ്ങിൻ്റെ പാള നമ്മൾ മുറിച്ചിടുകയാണെങ്കിൽ അതിലിങ്ങനെ തൂങ്ങിക്കിടന്ന് കരണ്ട് കുറേശ്ശെ ഐറ്റങ്ങൾ കഴിക്കും. ഓണത്തോടനുബന്ധിച്ച് കഴിഞ്ഞ വർഷം താങ്കൾ ചെണ്ടുമല്ലി കൃഷി ചെയ്തിരുന്നല്ലോ. ആ അനുഭവങ്ങളൊന്ന് വിവരിക്കാമോ? തികച്ചും യാദൃച്ഛികമായിട്ടാണ് ഞാൻ കഴിഞ്ഞ വർഷം ചെണ്ടുമല്ലി കൃഷി ചെയ്തത്. അതിന് കാരണം എൻ്റെ ഭാര്യ സോഫിയ തന്നെയാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് കൃഷിയിൽ സജീവമായിരിക്കുന്ന നിങ്ങൾ എന്തുകൊണ്ടാണ് ചെണ്ടുമല്ലി കൃഷി ചെയ്യാത്തതെന്നുള്ള എൻ്റെ ഭാര്യയുടെ ഒറ്റ ചോദ്യമാണ് അതിലേക്ക് എന്നെ തിരിച്ചത്. അപ്പോൾ അത് ഏകദേശം ഓണത്തിന് ഒരു 80 ദിവസം മുന്നേ ആയിരുന്നു ഈ സംഭവം. അപ്പോൾ ആ സമയത്താണ് ചെണ്ടുമല്ലി നടേണ്ടത്. കാരണം ഓണത്തിന് 80 ദിവസം മുന്നേ ചെണ്ടുമല്ലി നട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത്തത്തിന് വിളവെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സമയത്ത് ചെണ്ടുമല്ലികൾ കൃഷിഭവനിലും നഴ്സറികളിലും ഒക്കെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് പ്ലാന്റുകൾ അവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റി. പക്ഷെ ഒരു തുടക്കക്കാരനായതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ച് വലിയ അറിവില്ലായിരുന്നു. അപ്പോൾ ഞാൻ പല സ്ഥലത്തു നിന്നും ഇതിനെക്കുറിച്ച് പഠിച്ചു. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനം ഈ ചെണ്ടുമല്ലി തൈകൾ പ്രൂൺ ചെയ്യണം എന്നുള്ളതായിരുന്നു. അത് ആ പ്രൂൺ ചെയ്യുന്നതും വെയിലുള്ള സമയത്ത് പ്രൂൺ ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ പറ്റി. അതെല്ലാം പിന്തുടർന്നപ്പോൾ വളരെ നല്ലൊരു റിസൾട്ട്, ഒത്തിരി പൂക്കളുണ്ടായി. കാഴ്ചക്കാർക്കെല്ലാം വളരെ സന്തോഷം കൊടുക്കുന്ന ഒരു ദൃശ്യമായിരുന്നു അത്. പിന്നെ ഓണത്തിന് നമുക്ക് പൂക്കളിടാനായിട്ട് ഉപയോഗിക്കാൻ പറ്റി. കൂടാതെ ഇവിടെ പള്ളിയിൽ തിരുനാളിനോടും നവനാളിനോടും അനുബന്ധിച്ചുള്ള ഒരു 11 ദിവസങ്ങളിൽ പള്ളിയിലേക്ക് പൂക്കൾ കൊടുക്കാൻ പറ്റി.
അത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമായിരുന്നു. പിന്നെ കുറച്ച് പൂക്കൾ സുഹൃത്തുക്കൾക്കും അവർക്കെല്ലാം കൊടുത്തു. ഒരു പൂ പോലും പൈസക്ക് വിറ്റില്ല. കാരണം കൃഷി ചെയ്ത് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതല്ല എൻ്റെ ഒരു ആഗ്രഹം. ജൈവ രീതിയിലാണല്ലോ ഇവയെല്ലാം കൃഷി ചെയ്യുന്നത്. ജൈവ രീതിയിലുള്ള കീടനാശിനികൾ മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. മുളക് അങ്ങനെയുള്ളതിലൊക്കെ വരുന്ന കീടങ്ങളെല്ലാം കുളിച്ച കഞ്ഞിവെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയും ശകലം ചൊറുക്കയിട്ടിട്ട് എല്ലാം സ്പ്രേ ചെയ്ത് നമുക്കത് കൺട്രോളിൽ നിർത്താവുന്നതാണ്. രാസവളങ്ങൾ അല്ലെങ്കിൽ രാസ കീടനാശിനികൾ ഒന്നും തന്നെ ഉപയോഗിക്കാറില്ല. ചെടികൾക്ക് വളമായിട്ട് കൊടുക്കുന്നത് ബയോഗ്യാസിൽ നിന്നുള്ള സ്ലറിയും കോഴിക്കാഷ്ടവുമാണ്. തുറന്ന കൃഷിയായതിനാൽ മഴക്കാലത്തും നല്ല വേനൽക്കാലത്തും വിളവ് ഒരല്പം കുറവായിരിക്കും. വീട്ടാവശ്യം കഴിഞ്ഞുള്ളവ ബന്ധുക്കൾക്കും അയൽവാസികൾക്കും കൊടുക്കും. ഒരിക്കലും പച്ചക്കറി വിൽപ്പന നടത്തിയിട്ടില്ല. കാരണം എൻ്റെ ഒരു ആഗ്രഹം ലാഭം ഉണ്ടാക്കുക എന്നതല്ല, നല്ല പച്ചക്കറി വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുക, ബാക്കിയുള്ളത് നമ്മുടെ സുഹൃത്തുക്കൾക്കും അയൽവാസികൾക്കും കൊടുക്കുക എന്നത് തന്നെയാണ്. കുടുംബത്തിന്റെ പിന്തുണയെക്കുറിച്ച് വിവരിക്കാമോ? തേവര സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വിരമിച്ച ഭാര്യ സോഫിയാണ് കൃഷിയിൽ എനിക്ക് ഏറ്റവും പിന്തുണയായി കൂടെയുള്ളത്. കൃഷിയുടെ എല്ലാ ഘട്ടങ്ങളിലും എല്ലാ കാര്യങ്ങളിലും ഭാര്യയിൽ നിന്നുള്ള സപ്പോർട്ട് ഉണ്ട്. കൂടാതെ എനിക്ക് 3 പെൺകുട്ടികളാണുള്ളത്. മറിയ, മിന്ന, മിയ. ഇവരെല്ലാവരും ഈ കൃഷിയുടെ എല്ലാ ഘട്ടങ്ങളിലും, കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ വളരെ വിജയകരമായിട്ട് ഈ കൃഷി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് മണ്ണൊരുക്കുന്നതിനും വളം ചെയ്യുന്നതിനും എല്ലാം, കൂടാതെ ഈ ടെറസിൻ്റെ മേലുള്ള കൃഷിയായതിനാൽ താഴെ നിന്ന് മണ്ണെല്ലാം ചെറിയ ചെറിയ കണ്ടെയ്നേഴ്സിൽ മുകളിൽ എത്തിച്ചിട്ട് വേണം അവിടെ ആ കൃഷി ഒരുക്കാനായിട്ട്. അപ്പോൾ അതിനെല്ലാം ഇവരുടെ എല്ലാവരും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു കൂട്ടായ പരിശ്രമമാണ് ഈ കൃഷിയുടെ. ഏറ്റവും അവസാനമായി ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്ന സമയത്ത് എൻ്റെ പേരക്കുട്ടി വരെ ചെണ്ടുമല്ലി നടുകയുണ്ടായി. കാരണം വരും തലമുറ കൃഷി രീതികൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. താങ്കൾക്ക് ലഭിച്ച പുരസ്കാരങ്ങൾ, അവാർഡുകൾ എന്നിവ ഓർത്തെടുക്കാമോ? മരട് നഗരസഭയും കൃഷിഭവനും സംയുക്തമായി നടത്തുന്ന കാർഷിക ദിനാചരണത്തിൽ 2016, 2021, 2025 വർഷങ്ങളിലെ ഏറ്റവും മികച്ച സമ്മിശ്ര കർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച കാർഷിക വിള പ്രദർശനത്തിനും അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. 2025 വരാപ്പുഴ അതിരൂപത പരിസ്ഥിതി കമ്മീഷൻ മരട് മൂത്തേട ഇടവകയിലെ മികച്ച പരിസ്ഥിതി പ്രവർത്തകനായി തെരഞ്ഞെടുത്ത് എന്നെ ആദരിക്കുകയുണ്ടായി. താങ്കളുടെ ഒരു ദിവസം ഒന്ന് വിവരിക്കാമോ? വളരെ കൃത്യമായ ഒരു ദിനചര്യയോടുകൂടിയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. രാവിലെ തന്നെ എല്ലാ ചെടികളും താഴെയുള്ള ചെടികളും നനയ്ക്കുക, കോഴികൾക്കും താറാവുകൾക്കും തീറ്റ കൊടുക്കുക, അവയുടെ കോഴിക്കൂടും താറാവിൻ്റെ കാഷ്ടമെല്ലാം ക്ലീൻ ചെയ്യുക, അത് കഴുകി വൃത്തിയാക്കുക, ടെറസിൻ്റെ മുകളിലുള്ള ഫലവൃക്ഷങ്ങളും നനയ്ക്കുക, അവയുടെ കേടുപാടുകൾ നോക്കുക. അങ്ങനെ പിന്നെ വീടിന് ഫ്രണ്ടിലുള്ള ചെടികൾ എല്ലാം നനച്ച് അവർക്ക് എന്തെങ്കിലും കേടുപാടുണ്ടെന്ന് അത് ശ്രദ്ധിക്കണം. അങ്ങനെ വന്നാൽ ഒരു 2-2.5 മണിക്കൂർ. അപ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് റിട്ടയർ ചെയ്ത എന്നെ പോലുള്ള ഒരാളെ സംബന്ധിച്ച് നല്ലൊരു എൻഗേജ്മെൻ്റാണ്. നമുക്ക് ആ രാവിലത്തെ സമയമായി ചെടികളോട് ഇങ്ങനെ സംസാരിച്ച് നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, അത് നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മൾ വേറെ ഒന്നും നമ്മൾ അന്നേരം ഓർക്കൂല. എല്ലാം വളരെ ഹാപ്പി ആയിട്ട് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ ഈ ദിനചര്യ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൃഷിയെ സ്നേഹിക്കുന്ന നമ്മുടെ ആകാശവാണി ശ്രോതാക്കളോട് താങ്കൾക്ക് പറയാനുള്ളത് എന്താണ്? ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ എല്ലാവരും എന്തെങ്കിലും കൃഷി ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. സ്ഥലപരിമിതി പറഞ്ഞിട്ടാണ് പലരും കൃഷിയിൽ നിന്നും മാറി നിൽക്കുന്നത്. ചെറിയ കണ്ടെയ്നേഴ്സിലാണെങ്കിൽ പോലും നമുക്ക് പച്ചമുളക്, തക്കാളി, കറിവേപ്പ് ഇവയെല്ലാം നമുക്ക് നട്ടു വളർത്താവുന്നതേ ഉള്ളൂ. പിന്നെ ഈ അവസരത്തിൽ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഒരു പഴഞ്ചൊല്ലാണ്, മനസ്സിൽ കൃഷിയുള്ളവൻ മണ്ണ് താനെ കണ്ടെത്തും എന്നുള്ളത്. അപ്പോൾ നമ്മളുടെ മനസ്സിൽ കൃഷി ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ലാഭത്തെക്കാളേറെ ആ കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന പോസിറ്റീവ് എനർജിയാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത്. ഇതുവരെ കാർഷികാനുഭവങ്ങൾ പങ്കുവച്ചത് കുണ്ടന്നൂരിലെ സമ്മിശ്ര ജൈവ കർഷകൻ AP ജോസ് ആൻഡോ. കൂടുതൽ വിവരങ്ങൾക്കായി ശ്രോതാക്കൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്: 9495 429292. നമ്പർ വീണ്ടും പറയാം: 9495 429292. തുടർന്ന് കാർഷിക ജീവിതത്തിൽ
നെൽകൃഷിയിലെ ഓർമ്മകളും വാഴകൃഷിയുടെ നേട്ടങ്ങളും. അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു അങ്കമാലി തേവർമഠം സ്വദേശി ഔസേപ്പ്. ഞാൻ 11 വയസ്സ് തുടങ്ങി കൃഷിപ്പണി എടുക്കുന്ന ഒരു കർഷകനാണ്. എനിക്ക് പഠിത്തം കിട്ടിയില്ല. അപ്പോൾ 5ാം ക്ലാസ് വരെ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അത് അന്ന് തുടങ്ങി, ഇന്നിപ്പോൾ 74 വയസ്സായി എനിക്ക്. അന്ന് തുടങ്ങി നമ്മുടെ അപ്പനായിട്ട് നെൽകൃഷിയായിരുന്നു. ഇപ്പോൾ പിന്നെ ഇത്തിരി നെൽകൃഷിക്ക് ഇത്തിരി ഡിമ്മ് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഇത്തിരി സ്ഥലങ്ങളൊക്കെ വിറ്റുപോയി. പിന്നെ ഒരു നിസ്സാര സ്ഥലമുണ്ട്, വാഴകൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അല്പം ഞാലിപ്പൂവൻ വാഴകൃഷി ചെയ്യണമെന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. എൻ്റെ വീട് പരാരൂരായിരുന്നു. അവിടുന്ന് ഇവിടെ വന്ന് പെരവച്ച് താമസിക്കണതാണ്. അപ്പോൾ ഒരു 35 കൊല്ലത്തോളമായി ഞാനിവിടെ വന്ന് താമസിക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ കൃഷി ചെയ്ത് പിന്നെ നിസ്സാരം തെങ്ങുണ്ട്, അങ്ങനെ അങ്ങോട്ട് തള്ളി നീക്കണു. പിന്നെ ചേട്ടന് 11 വയസ്സിലാണ് കൃഷിയിടങ്ങളിലേക്കൊക്കെ ഇറങ്ങിയെന്ന് പറയുന്നത്. അപ്പോൾ ചേട്ടൻ ഒരു പരമ്പരാഗത കർഷകനാണ്. അപ്പോൾ കുഞ്ഞുനാളിലെ കിട്ടിയ ചേട്ടൻ്റെ കൃഷി അറിവുകൾ ഇന്ന് നമ്മുടെ കർഷക സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് അന്നത്തെ കാലത്ത് ചേട്ടൻ കണ്ട കൃഷികൾ എന്തൊക്കെയായിരുന്നു എന്ന് ഒന്ന് പങ്കുവയ്ക്കൂ. അപ്പോൾ നെൽകൃഷിക്ക് നിലം കാളയ്ക്ക് ഒരുക്കി ചാണകവും ചവറൊക്കെ ഇട്ട് അന്ന് നടിയിലായിരുന്നു നടും. അപ്പോൾ നട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരു നെല്ലൊരു കരുവാകുമ്പോൾ ഇടയ്ക്ക് മരുന്ന് തെളിക്കും. പിന്നെ നെല്ലൊരു കരു ആവുന്ന സമയമാകുമ്പോൾ അതിന് ഈ രാസവളം അല്പം പാറ്റും. അങ്ങനെ പിന്നെ ചാഴി വന്നാൽ അതിന് മരുന്നടിക്കും. അങ്ങനെ ആ കൃഷി ആ വിളവെടുക്കും. ഏത് വിത്തിനുമായിരുന്നു അന്ന് ഇട്ടിരുന്നത്? അന്ന് ഇട്ടിരുന്നത് ഈ മകരത്തിൽ ചുവന്ന ചിറ്റ്യാനി, പിന്നെ ഈ കന്നിപ്പൂപ്പിൽ പൊന്മണി കൃഷി ചെയ്യാറുണ്ട്. പിന്നെ ഒരു കാലത്ത് ഈ പൊടി വിതയ്ക്കുന്ന ഒരു കാലം ഉണ്ടായി. ആ കാലത്ത് ഈ ഓണോട്ടൻ എന്ന് പറഞ്ഞ നെല്ല് പൊടി വിതയ്ക്കും. ആ പൊടിയിൽ തന്നെ ഉഴുത് അത് കന്നുകൂട്ടി അത് കുളത്ത് മണ്ണ് ഈ പൊടിയിൽ വിത്ത് മറിക്കും. അങ്ങനെ അത് മുളച്ച് വന്നു കഴിയുമ്പോൾ പുല്ല് കിളകളൊക്കെ പറിച്ച് കളഞ്ഞ് അതിന് രാസവളമൊക്കെ ഇട്ട് അത് നന്നായി അതിലാകുമ്പോൾ ചാഴിയുണ്ടെങ്കിൽ മരുന്നടിക്കും. അങ്ങനെ പിന്നെ അത് വളം പാറ്റി അത് നല്ല വിളവാകുമ്പോൾ കൊയ്ത് അങ്ങനെ ആ കൃഷി പൂപ്പെടുക്കും. ആ കാലഘട്ടത്തിൽ എത്ര മാസത്തിനുള്ളിൽ ഈ നെല്ല് അതായത് വിളവെടുക്കാൻ പാകത്തിലോട്ടാകും? അത് 4 മാസം വേണം. ഈ 4 മാസത്തിനുള്ളിൽ നമുക്ക് ഇത് നെല്ലിങ്ങനെ ചീഞ്ഞു പോയാൽ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഞങ്ങളുടെ സ്ഥലം ഇത് പൊക്കമുള്ള സ്ഥലമായിരുന്നു. അതിവിടെ അങ്ങനെ മലവെള്ളമൊന്നും വരില്ല. പിന്നെ വെള്ളം താഴ്ന്നു പോണ സ്ഥലമായിരുന്നു. അങ്ങനെയുള്ള ദൂഷ്യങ്ങളൊന്നും ഈ പാടത്തുണ്ടായിട്ടില്ല. അപ്പോൾ അന്നത്തെ ചേട്ടന് നെൽകൃഷിയിൽ നിന്ന് വരുമ്പോൾ നമുക്ക് അടുത്തതായിട്ട് ചേട്ടൻ സ്വന്തമായിട്ട് എന്തൊക്കെ കൃഷികൾ ചെയ്തിരുന്നു എന്നാണ് അറിയേണ്ടത്. ഞാൻ നെൽകർഷകനായിരുന്നു. എനിക്ക് ആ കൃഷിയോട് വളരെ ആത്മാർത്ഥമായിരുന്നു ചെയ്യുന്നത്. പിന്നെ ഭാര്യ വന്നതിന് ശേഷം ഭാര്യയ്ക്ക് കൃഷിയോട് ആത്മാർത്ഥം ഇല്ലാണ്ടായി. ചേട്ടൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ കൃഷിയിലേക്ക് ഇറങ്ങാൻ കാരണം? എനിക്ക് എൻ്റെ അപ്പൻ്റെ തൊഴിൽ അതായിരുന്നു. പിന്നെ എന്നോട് അപ്പൻ പറഞ്ഞേ പഠിത്തം കിട്ടിയില്ലല്ലോ. പിന്നെ ഒറ്റയ്ക്ക് വഴി അകലപ്പാനൊരു ധൈര്യക്കുറവൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ ആദ്യം ഇവിടുന്ന് അങ്ങനെ പിന്നെ അപ്പൻ്റെ കൂടെ അപ്പൻ പറഞ്ഞു ഒന്ന് ഉഴുതേടാന്ന് പറഞ്ഞു. അന്ന് കന്നുകുട്ടി വീഴണമല്ലോ, നീ ഒന്ന് ഉഴുതേടാന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൻ്റെ വർത്തമാനം കേട്ട് ഉഴുവാനായിട്ട് അങ്ങനെ ഇറങ്ങി. അത് എനിക്ക് പിന്നെ വളരെ ഇഷ്ടമായിട്ടാണ് തോന്നി. പിന്നെ ഒരുപാട് പണിയെടുത്ത ഇപ്പോൾ ഇവിടുത്തെ പണി കഴിഞ്ഞാൽ പുറത്ത് ഉഴുവാൻ പോയിട്ടുണ്ട്. അങ്ങനെ കൃഷിപ്പണി എനിക്ക് വളരെ ഇഷ്ടമായ ഉള്ളൊരു തൊഴിലായി മാറി. അതൊക്കെയാണ് എൻ്റെ ജീവിതത്തിലും. ഇനി നമുക്കറിയേണ്ടത് ചേട്ടൻ നെൽകൃഷിയുടെ കാര്യങ്ങൾ കഴിഞ്ഞ് ചേട്ടൻ വാഴകൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഏതിനും വാഴയാണ് ചെയ്യുന്നതെന്നും അതിൻ്റെ പരിപാലന രീതികൾ എങ്ങനെ, അതായത് നമ്മളൊരു വിത്തിടുന്നത് തൊട്ടുണ്ടല്ലോ, വാഴക്കണ്ണ് എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്, ഏത് വാഴക്കണ്ണാണ് വെക്കുന്നത്, അതിൻ്റെ പ്രത്യേകതകളൊക്കെ എന്തൊക്കെയാണ്? വാഴക്കണ്ണ് ഇവിടെ വേങ്ങൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുവന്ന് ഇട്ട് വിൽക്കണ്ട്. ഞാൻ അവിടെ നിന്ന് പോയി നല്ല ഉണ്ട സൈസ് കണ്ണ് വാങ്ങി ആ കണ്ണ് ഞാൻ ഒരു 2 മാറ്, ഒരു കൈയുടെ ഒരു മാറ് അകലത്തിൽ 2 വാഴക്കണ്ണ് ഈ കുരുടാനിട്ട് വയ്ക്കും. പിന്നെ ഇടയ്ക്ക് ഒരു മരുന്ന് കളിക്കും. പിന്നെ അത് പിന്നെ ഒത്തിരി വലുതായി വരുമ്പോൾ ഓല കരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒന്ന് മരുന്നടിക്കും. പിന്നെ അത് അങ്ങനെയാണ് വളർന്നു വരുമ്പോൾ പിന്നെ കുലച്ച് വരുമ്പോൾ ചില്ലിക്കേട് വന്നാൽ അതിനും മരുന്നടിക്കും. അങ്ങനെ ആ വിളവെടുക്കും. ഏതിനും വാഴയാണ് തിരഞ്ഞെടുത്ത് വയ്ക്കുന്നത്? 2 ഇനസ് വാഴകളുണ്ട്. ഒന്ന് മേട്ടുപാളയം കണ്ണ് ഇടുന്ന അത് നല്ല ഇനം വാഴയാണ്. പിന്നെ ഈ ആറ്റുനേന്ത്രം എന്ന് പറഞ്ഞാൽ വേറെ ഇനസ് വാഴ അതുണ്ട്. അത് ഞാൻ ഒരു തവണ വെച്ചെങ്കിൽ അത്ര നന്നായില്ല, ഇവിടെ അത്ര പിടിച്ചില്ല. പിന്നെ ഞാൻ ഈ മേട്ടുപാളയം കണ്ട് ആണ് ഇവിടെ വയ്ക്കൽ. അങ്ങനെ വലിയ ദോഷം വന്നിട്ടില്ല. അങ്ങനെ വെച്ച് അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
ഈ ആറ്റുനേന്ത്രന്റെ പ്രത്യേകത എന്താണ്? ആറ്റുനേന്ത്രൻ അത് ചില സ്ഥലത്ത് നന്നായിട്ട് വലിയ കൊലയായിട്ട് കിട്ടും. എൻ്റെ ഈ ഭൂമിയിൽ അത്ര നന്നായില്ല. ഇവിടെ ഈ മണ്ണ് അതിനത്ര യോജിച്ച അത്ര ആണ് നന്നായില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അതവിടെ നിർത്തി. പിന്നെ ഈ മേട്ടുപാളയം വാഴക്കണ്ണാണ് ഇപ്പോൾ വെച്ചേക്കുന്നത്. ഒരു പ്രാവശ്യം ആറ്റുനേന്ത്രം വെച്ചിട്ട് അത്ര നന്നായില്ല. അത് ചില ഭാഗത്ത് ചില മണ്ണിൽ അത് നന്നായിട്ട് വിളവുണ്ടാവും, നല്ലതാണ് താനും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. നമ്മുടെ കാലാവസ്ഥയിൽ ആറ്റുനേന്ത്രൻ എങ്ങനെയൊക്കെ കൃഷി ചെയ്തെടുക്കാൻ പറ്റും? ആറ്റുനേന്ത്രം ഇതുപോലെ തന്നെ ശരിക്ക് ഒരു മാറിൽ അകലം വെച്ചിട്ട് നന്നായിട്ട് വളങ്ങൾ ചവറ് ചാണം, വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ ഇടയ്ക്ക് ഇത്തിരി രാസവളം, പിന്നെ കപ്പലണ്ടി പിണ്ണാക്കൊക്കെ ഇട്ടാൽ നല്ലത്, എല്ലുപൊടി ഇതിലൂടെ ഇട്ടാൽ നല്ലത്. അങ്ങനെ പിന്നെ ഇടയ്ക്ക് ഇച്ചിരി രാസവളമൊക്കെ ഇട്ട്, പിന്നെ ഉണക്ക് പറ്റുന്ന സ്ഥലമാണെങ്കിൽ അല്പം നനവ് വേണം. അങ്ങനെ അത് നോക്കിയെടുത്ത് നന്നായി നല്ല കൊലകൾ കിട്ടും. ഈ വാഴകൾക്ക് വരുന്ന പൊതുവേ കാണുന്ന രോഗമാണ് ഈ ഇലകരിച്ചിൽ അല്ലെങ്കിൽ വാഴപ്പിണ്ടി വാഴപ്പോളയിലൊക്കെ. അപ്പോൾ അങ്ങനെ വരുന്ന വാഴ രോഗങ്ങൾക്ക്, അതായത് ഇലകരിച്ചിലാവട്ടെ പിണ്ടി രോഗത്തിനാവട്ടെ, എന്തൊക്കെയാണ് ചേട്ടൻ മരുന്നുകൾ? ഞാൻ ഈ വാഴ ഒന്ന് മുളച്ച് വന്നിട്ട് ഈ പുഴുവിന് ചെള്ളുകേടിനൊക്കെ ഈ അക്കാലസ് അടിക്കാം. അത് അടിച്ചാൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഉടവൻ വെള്ളത്തിൽ അടിച്ചാലും കുഴപ്പമില്ല. അതിനുശേഷം പിന്നെ ഓലകരിച്ചിൽ വന്ന ടിൽറ്റ്, ആ ടിൽറ്റ് മരുന്നടിച്ചാൽ അതിന് കുറവ് കിട്ടും. നമ്മൾ വാഴക്കൃഷി ചെയ്യുന്ന സമയത്ത് എത്ര തവണയായിട്ടാണ് ഇതിന് വളം കൊടുക്കുന്നതൊക്കെ? വളം ഒരു പ്രാവശ്യം ഈ ചവറ് ചാണം ഇട്ട് മൂട, ആ കൂട്ടത്തിൽ ഇച്ചിരി എല്ലോടി ഇട്ടാൽ മൂടും നല്ലത് തന്നെ. പിന്നെ അതിന് ശേഷം ഇച്ചിരി കപ്പലണ്ടി പിണ്ണാക്കും ഒക്കെ ഇട്ടാൽ നല്ലത് തന്നെ. പിന്നത്തെ 2 മുകളിലും കഴിഞ്ഞ് ലാസ്റ്റ് ഒരു ലേശം രാസവളം ഇട്ടാൽ നല്ലത് തന്നെ. അത് ഈ 18 ഇച്ചിരി ഇട്ടാൽ നല്ലത് തന്നെ. അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൊത്തത്തിൽ 3 വളം, 3 മൂടൽ. എത്ര മാസത്തിനുള്ളിൽ ആറ്റുനേന്ത്രം എടുക്കാൻ പറ്റും? ആറ്റുനേന്ത്രത്തിന് 12 മാസം വേണം. ഈ മേട്ടുപാളയം കണ്ട് 10 മാസം. മേട്ടുപാളയത്തിന്റെ പ്രത്യേകത എന്താ? പ്രത്യേകത അത് നല്ല ചിലപ്പോൾ നന്നായാൽ നല്ല കൊലയായിട്ട് വരും. മറ്റേ ആറ്റുനേന്ത്രൻ നന്നായാൽ അതും നല്ല കൊലയായിട്ട് വരും. അത് ചില മണ്ണിൽ നല്ല പിടുത്തമാണ്. എൻ്റെ ഈ മണ്ണിൽ അത്ര, ഞാൻ ഒരു പ്രാവശ്യം അത് നട്ടിട്ട് ഇവിടെ വെച്ചിട്ട് അത്ര നന്നായില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ അതിനോട് ആത്മാർത്ഥമില്ല. പിന്നെ അത് ഇത്തിരി പൊക്കം വയ്ക്കുമ്പോൾ മരുന്നടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. വേറെ എന്തൊക്കെയാണ് ചേട്ടൻ്റെ കൃഷിയിടത്തിലുള്ളതൊക്കെ? വേറെ ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ, ഈ വാഴ മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ഒരു ഇത്തിരി കഴിയുമ്പോൾ ഞാനിപ്പോൾ ഇച്ചിരി വാഴ വെക്കണമെന്ന് കണക്കാക്കിയിരിക്കുകയാണ്. അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ. നമ്മളൊരു കർഷകനിലേക്ക് ഇറങ്ങുമ്പോൾ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കർഷകന് വേണ്ടത് ക്ഷമയാണെന്ന് തോന്നുന്നു. ആ ക്ഷമ നമുക്ക് ആവശ്യത്തിന് വേണമല്ലോ, അതല്ലെങ്കിൽ വാഴകളെയല്ലേ. അപ്പൊ അതല്ലേ കൃഷിയിൽ ആദ്യം വേണ്ടത്? അതെ. കാരണം നമ്മൾ വെക്കണ മുതല് ഒരിക്കലും നമുക്ക് ലാഭം തരുമെന്ന് വിശ്വസിച്ച് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പരമാവധി പരിശ്രമിക്കുക, പിന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അത് നമ്മൾ ദൈവമേ നമുക്ക് ഉപജീവനം കഴിഞ്ഞു പോകണം. അപ്പം അങ്ങനെ അതിനുള്ള തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ വരാതെ ആപത്തുകളിൽ നിന്ന് രക്ഷിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുക. വാഴയുടെ കൃഷികളെ പറ്റി പറഞ്ഞു. ഇനി നമുക്കറിയേണ്ടത് വാഴയുടെ വിപണിയിലോട്ട് എത്തിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ കൊണ്ടുപോകുന്നത് സൈക്കിളിനൊക്കെ കായകളെ വെട്ടിക്കൊണ്ടുപോകും. പിന്നെ കൂടുതലും ഓട്ടോ വിളിച്ച് കൊണ്ടുപോകും. അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിപണി എങ്ങനെയാണ് ചേട്ടൻ കണ്ടെത്തുന്നത്? ഞാൻ കണ്ടെത്തുന്നത് ഇവിടെ നമ്മുടെ ഈ സംഘം വഴി വിപണി നടത്തുന്നുണ്ട്. സൊസൈറ്റി എന്ന് പറയുന്നത് ഈ കുറച്ച് ആളുകൾ കൂടിയുടെ ഒരു ഷെയർ എടുത്ത് അങ്ങനെ ഒരു വിദ്യാഭ്യാസമുള്ളവരുടെ ഒരു തൊഴിലാണ് ഈ സഹകരണ സംഘം. അത് ആ സംഘത്തിൽ ഈ കർഷകർക്ക് വേണ്ടിയിട്ട് അവർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് ചിലവ് കിട്ടാൻ വേണ്ടി ഒരു വിപണി രൂപീകരിച്ച് അത് നടത്തുന്നുണ്ട്. അത് കൊണ്ടുപോയാൽ കായ, ചേമ്പ്, ചക്ക, എന്ത് സാധനം ഉണ്ടെങ്കിലും കുടപ്പുളി അവരെടുത്തോളും. കപ്പയാണെങ്കിലും അത് എടുത്തോളും. എന്ത് കാർഷിക ഉൽപ്പന്നങ്ങളും അവരെടുക്കാൻ തയ്യാറാണ്. ന്യായമായ വില ലേലം ചെയ്ത് കിട്ടുന്ന കാശ് നമ്മൾക്ക് അവർ തരുകയും ചെയ്യും. അങ്ങനെയൊക്കെയാണ്. ചേട്ടൻ ഈ നമ്മുടെ കാലാവസ്ഥ നോക്കിയിട്ടൊക്കെയാണോ കൃഷി ചെയ്യുന്നത്? അതെ, ഞാൻ കാലാവസ്ഥ നോക്കിയാണ് ചെയ്യുന്നത്. കാരണം എന്നുള്ളത് അത് അതിൻ്റെ വലിയ ഭയങ്കര മഴയത്ത് വാഴ വയ്ക്കാറില്ല. അല്പം വേനലും ഇതൊക്കെ ഉള്ള സമയങ്ങളിലൊക്കെയാണ് ഞാൻ വാഴ വയ്ക്കൽ. അങ്ങനെയൊക്കെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത്ര നാൾ ചേട്ടൻ ഈ കൃഷിയൊക്കെ ചെയ്തതിൽ മാനസികമായിട്ട് സന്തോഷമുണ്ടോ? സന്തോഷമുണ്ട്. എനിക്ക് കൃഷി ചെയ്യുന്ന കാര്യത്തിൽ വളരെ ഇഷ്ടമുള്ള ആളാണ് ഞാൻ. അപ്പോൾ അത് എനിക്ക് അല്പം സ്ഥലമുണ്ട്, അത് കൃഷി ചെയ്യണം. അങ്ങനെയാണല്ലോ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ വാഴക്കൃഷിയിലൊക്കെ ആരാണ് സഹായിക്കുന്നത്? ആരും സഹായിക്കാനില്ല, ഞാൻ തന്നെ ചെയ്യുന്നത്. ചിലപ്പോൾ ഞാൻ തന്നെ കളച്ച് കണ്ണ് കൊണ്ടുവന്ന് നന്നാക്കി ഈ കുഴിയെടുത്ത് ഞാൻ തന്നെ വയ്ക്കും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്.
അപ്പോൾ നമ്മൾ ഇപ്പോൾ വാഴകൃഷിനെ പറ്റി പറഞ്ഞു. നമ്മൾ ഈ പ്രോഗ്രാം കേൾക്കുന്ന കർഷക സുഹൃത്തുക്കൾക്ക് വേണ്ടി, അതായത് വാഴകൃഷിനെ പറ്റി എന്തെങ്കിലും ടിപ്പുകൾ ഉണ്ടെങ്കിൽ അതൊന്ന് പറയാമോ? എനിക്ക് വാഴ ഇങ്ങനെ ചോലയൊന്നും കണ്ട വൃക്ഷങ്ങളിലെ ചോലകളില്ലാതെ, തെങ്ങിൻ്റെ വേരുകൾ അധികം ഇല്ലാതെ, ചോലകളില്ലാത്ത നല്ല സ്ഥലത്ത് തോടെടുത്ത് ഇങ്ങനെ ഒരു മാറകലത്തിൽ 2 വാഴ വയ്ക്കാം. ആ 2 വാഴയിൽ അത് ഒരു കുഴിയിൽ 2 വയ്ക്കാം. അത് നല്ല രീതിയിൽ വളം ചെയ്ത് പരിശ്രമിച്ചാൽ അതിന് നല്ല ഗുണം കിട്ടും, നല്ല കൊലകളുണ്ടാവും. ഇതൊക്കെ എൻ്റെ അനുഭവങ്ങളാണ്. അല്ലാണ്ട് ഞാൻ ഒരു നുണ പറഞ്ഞ ആളല്ല. അതെന്താ കാര്യം, നമ്മൾ നുണ പറഞ്ഞാലും ഒരാളെ പറ്റിക്കണത് അങ്ങനെയുള്ള മനസാക്ഷിയുള്ള ആളല്ല ഞാൻ. അപ്പോൾ ഇനി ഒരു അവസരം കിട്ടിയാൽ ഒരു കർഷകനായിട്ട് ജനിക്കുമോ അതോ ഒരു ഉദ്യോഗസ്ഥനായിട്ട് ജനിക്കുമോ? ഇനി നമുക്കൊരു അവസരം, നമ്മൾ മരിച്ചു പോയ പിന്നെ നമ്മൾ പോയില്ലേ, പിന്നെ നമ്മുടെ മകനും മകനോടില്ല കേട്ടോ പുറത്തത്. പിന്നെ കുറെ കഴിഞ്ഞാൽ അവൻ്റെ ഇഷ്ടം എന്താണെന്ന് ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പുറം രാജ്യത്താണ്. ഞാൻ അവനോട് പോകണ്ടെന്ന് പറഞ്ഞാൽ ഒരു പറയാനുള്ളൂ എനിക്ക്, നീ ഇവിടെ എന്തെങ്കിലും തൊഴിലായിട്ട് എനിക്കൊന്ന് കാണാനും നമ്മളൊക്കെ ഒരു കൂട്ടായിട്ട് പോകണ്ടെന്ന് പറഞ്ഞാൽ അവൻ എന്തോ അവന് ഇഷ്ടപ്പെടാണ്ട് അവൻ പോയി. അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. പിന്നെ എനിക്ക് ഒരു സഹോദരി ഉണ്ട്, പിന്നെ ഒരു ജ്യേഷ്ഠൻ്റെ ആൾ മരിച്ചുപോയി, അപ്പൻ മരിച്ചുപോയി, അമ്മയും പോയി, പിന്നെ ഞാൻ ഏകനാണ്. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു കുടുംബം. അങ്ങനെയാണ്. ഈ ഒരു കാലത്ത് ഈ ഭൂമിയിൽ ഈ പൊടി വിതയ്ക്കുന്ന ഒരു കാലത്ത് ഈ കരിങ്ങാലിക്കോല് എത്ര നീളമുണ്ട്, ആ കരിങ്ങാലിക്കോല് കൊണ്ട് ഇങ്ങനെ ആ കട്ട തല്ലി പൊട്ടിച്ച് നിലം പൊടിച്ച് ഇതാക്കിയിട്ട് കന്ന് കൂട്ടി ഉഴുത് ആണ് മേട 1-ാം തീയതിക്കൊക്കെ വിത്ത് വിതയ്ക്കണത്. കാലഘട്ടത്തിൽ വിരിപ്പ് പൊടി വിതയ്ക്കണം. അങ്ങനെയൊക്കെ ആയിരുന്നു ആ കാലഘട്ടം. പിന്നെ ആ കാലഘട്ടം പോയി, പിന്നെ ഈ മോട്ടർ വന്നാൽ പിന്നെ വെള്ളത്തിലുള്ള പണിയായി. അങ്ങനെയൊക്കെയാണ്. അതെങ്ങനെയായിരുന്നു വിരിപ്പ് കൃഷി? അങ്ങനെ അത് മേടത്തിൽ നിലമൊക്കെ ഒരുക്കി വിതയ്ക്കും. വിതച്ച് കഴിഞ്ഞിട്ട് അതിങ്ങനെ ഉഴുത് ആ മണ്ണിൽ ആ വിത്ത് മൂടും. അത് കഴിയുമ്പോൾ ഇടയ്ക്ക് മഴ വരുമ്പോൾ അത് മുളച്ച് വരും. മുളച്ച് വരുന്ന കഴിയുമ്പോൾ അതിൻ്റെ പുല്ല് കിടത്തി കളഞ്ഞ് അല്പം രാസവളമൊക്കെ പാറ്റി വരുന്ന നെല്ല് നന്നായി വരുമ്പോൾ അത് ചാരിയിട്ട് മരുന്നടിക്കാം. അത് കഴിഞ്ഞിട്ട് അത് കൊയ്തെടുക്കും. അങ്ങനെയൊക്കെയാണ് ആ കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോകുന്നത്. മെതിക്കലാന്ന് നമ്മൾ സ്വയം മെതിക്കലായിരുന്നു. സ്വയം കാലുകൊണ്ട് ചവിട്ടി ഉരുട്ടി മെതിച്ചെടുക്കും. അങ്ങനെയാണ്. ഇന്നിപ്പം മെഷീനൊക്കെ ഉണ്ടെന്നാണ് മെതിക്കാൻ. അതിൽ തന്നെ നല്ലതായിട്ട് വരാണ്. അതൊക്കെ വളരെ നല്ലൊരു കാര്യമാണ്. അന്ന് എല്ലാവരും ചേർന്നുള്ള ഒരു കൃഷിയായിരുന്നു. ഇന്നിപ്പോൾ നെൽകൃഷിയോട് ആത്മാർത്ഥതയില്ല ആളുകൾക്ക്. പക്ഷേ എങ്കിലും നെൽകൃഷി നല്ലൊരു ഐശ്വര്യമാണ്. ഞാനും എൻ്റെ അമ്മയൊക്കെ ഉള്ള കാലത്ത് ഞാനും ഈ പുറത്ത് കാലത്ത് കൊയ്യാൻ പോയിട്ടുണ്ട്. കൊയ്ത് കറ്റയൊക്കെ ചോന്ന് അല്ലെങ്കിൽ അതിനൊക്കെ ഞാനും പോയിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിൽ അങ്ങനെയൊക്കെ ആയിരുന്നു. ഇന്നിപ്പോൾ ഈ നെൽകൃഷിയോട് ആത്മാർത്ഥം ഇല്ലാണ്ടായി പോയില്ലേ. നമ്മളൊരു തൊഴിൽ അല്ലെങ്കിൽ നമ്മൾ ആവശ്യത്തിന് അധ്വാനിച്ച് ഭക്ഷണം കഴിക്കേണ്ടതാണ്. അതങ്ങനെയാണ്, അത് ദൈവം പറഞ്ഞേക്കുന്നത്. അതങ്ങനെയാണ് വേണ്ടത്. ചേട്ടൻ്റെയൊക്കെ പണ്ടത്തെ കൃഷി ഓർക്കുമ്പോൾ ഇപ്പോൾ മാനസികമായിട്ട് ഒരു വിഷമമുണ്ടോ? മാനസികമായിട്ട് കൃഷിയിടങ്ങൾ ഇപ്പോൾ പോയാലല്പം വിഷമമുണ്ട്. കാരണം ഇപ്പം എനിക്ക് വളരെ നിസ്സാരം ഉള്ളൂ. നമ്മൾ ഒരു മണ്ണിൽ പണിയെടുത്തതിന് ഒരു ഫലം നമുക്ക് കിട്ടുമെന്നാണ് പറഞ്ഞു വന്നത്. അതുകൊണ്ട് നമുക്ക് ജീവിക്കാം. നമ്മുടെ അരി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നടക്കാം. നമ്മുടെ ഭക്ഷണം കഴിക്കാനും കൂടുതലുണ്ടെങ്കിൽ വിറ്റ് എന്തെങ്കിലും കാശ് കിട്ടിയാൽ അതുകൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നടത്താം. അങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കാർഷിക ജീവനത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നെൽകൃഷിയിലെ ഓർമ്മകളും വാഴകൃഷിയുടെ നേട്ടങ്ങളും. അനുഭവങ്ങൾ പങ്കുവച്ചത് അങ്കമാലി തേവർമഠം സ്വദേശി ഔസേപ്പ്. ഇന്നത്തെ കാർഷിക ജീവനം സമാപിക്കുന്നു. നിർവഹണം റിയ, സഹകരണം ഡോക്ടർ സൂര്യബാബു, ശ്രീജ ഷിബു. കാർഷിക ജീവനം. കൃഷി അറിവുകളും അനുഭവങ്ങളും.